അമേരിക്ക ഓടി ഒളിച്ചു, അമേരിക്ക സൈന്യത്തിനെ തിരിച്ചു വിളിച്ചു, അമേരിക്കക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. ദിവസങ്ങൾ ഓരോരുത്തന്റെ തല അങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഇറാൻ വെറുതെ അല്ല നോക്കി നിൽക്കുന്നത്, എല്ലാവരും കൊണ്ട് തിരിച്ചു പോന്നോളാം, ഞങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങളെ രക്ഷിക്കാൻ അമേരിക്കയുടെ പെന്റഗൺ തന്നെ അറിയിച്ച അവസ്ഥ. What's your name? Shai. How powerful was the blast explosion? It was very boom. You hear in the whole city. It was like kapu. It was direct hit of ballistic missile of Iran. Ballistic. You were here only? Yes, very close. ഇസ്രായേൽ ഓരോ മിസൈൽ വെക്കുമ്പോഴേ ഓരോ പ്രദേശത്ത് അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ 9ഉം 10ഉം പേര് വെച്ചിട്ടാണ് മരിച്ചു വീഴുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇതാ അവിടുത്തുകാർ തന്നെ പച്ചക്ക് പറയുന്നത് കേട്ടോ. ഇനി ഇത് AI ആണ്, അതല്ലെങ്കിൽ അറബിക് ചാനൽ ക്രിയേറ്റ് ചെയ്താണെന്നും പറയരുത്. ഇത് നമ്മുടെ ന്യൂസ് 18, ഇന്ത്യൻ ചാനൽ ന്യൂസ് 18 അവിടെ പോയി എടുത്തിട്ടുള്ള ഡയറക്റ്റ് ഇന്നലെ നടന്നിട്ടുള്ള ഹിറ്റിൽ ഒരു സ്ഥലത്ത് തന്റെ കുടുംബത്തിൽ തന്റെ കൂടെയുള്ള 9 പേരെ അന്നലെ മരിച്ചതെന്നാണ് പറഞ്ഞ് കാണുക. Many people died here in this area and many were injured. 9. What kind of damage is around? What can you say? It ruined the whole area around. You look around, you could see you could see all the destruction. Right. He wants to add. നിങ്ങൾ കേട്ടില്ലേ? അതായത് സഹിക്കാൻ പറ്റുന്നില്ല അത്തരം ആ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലല്ലോ, വല്ലാത്ത അമ്മാതിരി മിസൈലുകളാണ് ഇസ്രായേലിൽ പോയി വീണുകൊണ്ടിരിക്കുന്നത്. വീഴുന്ന സമയത്ത് ആ ഏരിയ മൊത്തം നശിച്ചങ്ങോട്ട് പോവുക. ഏരിയ നശിച്ചു പോകണം പാടില്ല. ആ കൂട്ടത്തിൽ എത്ര പേര്, അവർ തന്നെ ഒരുപാട് പേര് മരിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് പേർക്ക് മറ്റ് പരിക്കുകളും കാര്യങ്ങളുണ്ട്, ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ഈ ന്യൂസുകളൊന്നും പുറത്തോട്ട് വരില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ന്യൂസ് 18 എന്ത് കണ്ടിട്ട് അവിടെ പോയിട്ട് ഇങ്ങനത്തെ ന്യൂസ് ചെയ്യുന്നത്. ഇവനെ പിടിച്ച് എപ്പോഴാണ് തൂക്കുക? നിങ്ങൾ കണ്ട ഈ ന്യൂസൊക്കെ ഒരുപാട് നിൽക്കില്ല, ചിലപ്പോൾ 2-3 ദിവസം കൊണ്ടൊക്കെ ഇത് സെൻസർ ചെയ്ത് വിടും, അതല്ലെങ്കിൽ ആരെങ്കിലും ഇടപെടുതലൊക്കെ. ഇതൊക്കെ മാറേണ്ടി വരും. അപ്പം സംഘികളും കൃസംഘികളും മുസംഘികളും സകല എച്ചിൽ തീട്ടവാണങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട് പറയാം. കണ്ടോ, ഇതാണ് ഇസ്രായേലിൽ നടക്കുന്നത്. ഇറാൻ നശിച്ച്, ഇറാൻ തീർന്ന്, ഇറാൻ അത്ത പോയി, ഇറാൻ അത് തീർന്നു. അമേരിക്കയും നെതന്യാഹും ട്രംപും കൂടെ നാളെ മാലിട്ട് ഉമ്മ വെക്കാൻ വരും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന എല്ലാ വാണങ്ങളോടും പറയാനുള്ളത്. ഇസ്രായേലിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇറാനിൽ പണി കിട്ടുന്നുണ്ട്, ഇറാനിൽ നല്ലപോലെ അടി കിട്ടുന്നുണ്ട്. ഇറാന്റെ അവസ്ഥ ആ രീതിയിൽ ഇറാൻ പോകുന്നുണ്ട്. പക്ഷെ ഒരടിക്ക് 2 അടി വെച്ചിട്ട് ഇസ്രായേലിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ? കഴിയുന്നില്ല. അവനിനി തൊട്ടപ്പുറത്തുള്ള അവന്റെ കൂടെ നിൽക്കുന്ന അപ്പുറത്തൊരു അവനോട് ചോദിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ട് നോക്ക്. Powerful was the explosion. You were here in this area that time? Yes, I was here. The explosion was very powerful. Kaboom! We heard it. We felt it everywhere in the city. Yes, the missile was crazy. It was a big boom. If you saw there what happened, it was crazy. A lot of damages. A lot of people was killed. കേട്ടില്ലേ? ഇത് അവൻ പറയുന്ന ആ ഒരൊറ്റ ഏരിയയിലെ കാര്യമാണ്. അവൻ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ എല്ലാ ഏരിയയിലെ അവസ്ഥ. ഇസ്രായേലിന്റെ ഏത് ഭാഗത്തൊക്കെയാണോ ഈ പറഞ്ഞ മിസൈലുകൾ വീഴുന്നത് അവിടെ ഒക്കെ ഇത് തന്നെ അവസ്ഥ. ഇഷ്ടം പോലെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയെങ്കിലും യുദ്ധം ആർക്കും ഒരു സമാധാനം തരുന്നതല്ല, അല്ലെങ്കിൽ അവിടെ ഇവിടെയും. അപ്പം ഇസ്രായേലാണെങ്കിൽ വേണ്ടില്ല, ഇറാൻ ആണെങ്കിലും വേണ്ടില്ല, ഇവിടെ സമാധാനം തരുന്നതല്ല. പക്ഷേ ഗസനെ ആക്രമിക്കുന്ന സമയത്ത് പോലും ഇസ്രായേൽ ഇങ്ങനത്തെ ഒരു അടി ഒരു സമയത്ത് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ തിരിച്ചു കിട്ടുന്നവർ വിചാരിച്ചിട്ടില്ല. നെതന്യാഹു അല്ലെങ്കിൽ കൊതന്യാഹു അടക്കമുള്ള സകല എണ്ണം ബങ്കറിൽ ഒളിച്ച് പുറത്തോട്ട് പോലും ചുണ്ടലി പോലെ തലയിടാൻ വരുന്നില്ല, ഒരാൾ വരുന്നില്ല. ഇനി അതൊക്കെ പോട്ടെ, ഇവരോണ്ട് നിങ്ങൾക്ക് സമാധാനം വേണ്ട എന്നും ഇങ്ങനെ യുദ്ധം മതിയെന്ന് ചോദിക്കുമ്പോൾ അവരുടെ നിഷ്കളങ്കമായിട്ടുള്ളൊരു മറുപടി ഉണ്ട്, അതും കൂടെ കേൾക്ക്. How do you see this war between Israel and Iran? Many people died in Iran also. In one school, 165 children died. How do you see this? It's very unfortunate. But also this is war, and we are also in a war. As you see, there's also Your homes are also damaged, but it was initiated by Israel, don't you think? I don't know. All I know is we want peace, we want love, and we want everyone to be friends. And this is the education we get, that everyone deserves to be loved. But we gotta do what we gotta do to keep ourselves safe and to keep our people safe. And it's very unfortunate, but what we can do, this is war. കേട്ടില്ലേ നിങ്ങൾ? അതെ, സമാധാനം ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് യുദ്ധം വേണ്ട. അത് ഇറാനിലാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട യുദ്ധം, ഇവിടെ ആണെങ്കിൽ യുദ്ധം വേണ്ട. സമാധാനം വേണം, പരസ്പരം മര്യാദയ്ക്ക് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റണം. ഇതാണ് ആ സ്ഥലങ്ങളിലെ അവസ്ഥ. ഇനി തീവ്ര ചിന്താഗതിയുള്ള ആളുകളുണ്ടാവും, അത് ഈ ഇസ്രായേലിലാണെങ്കിലും ഇറാനിലാണൊക്കെ തീവ്ര ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ യുദ്ധം തുടങ്ങിയത് എന്തിനാ? ഇറാന്റെ കയ്യിൽ എന്തോ വലിയ സംഭവമുണ്ട്, അത് ഇതേം കാലത്ത് ഞങ്ങൾക്ക് നേരെ അവർ പ്രയോഗിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നമേരിക്കയെ ഞങ്ങളൊന്ന് വന്ന് സഹായിക്കും എന്നും പറഞ്ഞിട്ട് 2 യുദ്ധക്കൊതിയന്മാരുടെ അല്ലെങ്കിൽ 2 പീഡോമാനിയൊക്കെ അതായത് പെമ്പിള്ളേരെ, ചെറിയ പ്രായപൂർത്തിയായ പെമ്പിള്ളേരെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നവന്മാരുടെ കൂടെ, അല്ലെങ്കിൽ അതിൽ സുഖം കണ്ടെത്തുന്നവന്മാരുടെ കൂടെ അവരുടെ 3rd റേറ്റ് ചെറ്റത്തരങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ അവന്മാരുടെ യുദ്ധക്കൊതി തീർക്കാൻ വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ അവരുടെ മറ്റെന്തോ വലിയ നിഗൂഢ ലോങ് വിഷൻസ് സാധീകരിക്കാൻ വേണ്ടിയിട്ടും അവന്മാരുണ്ടാക്കിയ യുദ്ധം. എന്നിട്ട് അനുഭവിക്കുന്നതോ ഈ പറഞ്ഞ ആളുകളൊക്കെ.
ഇനിയെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്ത്, അതല്ലെങ്കിൽ ഇസ്രായേലിന് ജയ് വിളിച്ച്, നെതന്യാഹുവിന് ജയ് വിളിച്ചിട്ട്, ട്രംപിന് ജയ് വിളിച്ചിട്ട്, അമേരിക്കയ്ക്ക് ജയ് വിളിക്കുന്ന നമ്മുടെ നാട്ടിലെ വെറും പൊട്ടക്കണക്ക് ചാണകക്കുണ്ടിലെ ചാണകപ്പുഴുക്കളായിട്ടുള്ള സംഘിത്തീട്ടങ്ങളെ നിങ്ങൾ കേൾക്ക്. ഇതാണ് അവിടെയൊക്കെ നടക്കുന്നത്. നീയൊക്കെ ഏത് കാലത്ത് ഗുണം പിടിക്കാനാണ്? ഞാനൊക്കെ ഒരു ലൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്ത് വന്നിട്ട് കമൻറ്റുകളും മെസ്സേജുകളും വിടുന്ന സകല കൃസംഗി വാണങ്ങളോടും എല്ലാത്തിനോടാണ് പറയുന്നത്, നിൻ്റെയൊക്കെ മൂട്ടിൽ ഏതെങ്കിലും കാലത്തുണ്ടല്ലോ പൊട്ടുമ്പോഴാണ് നീയൊക്കെ വിവരം അറിയാം. ഇതാണ് അവിടുത്തെ അവസ്ഥ. ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, ആർക്കും വേണ്ട യുദ്ധം. രണ്ടൊരുത്തന്മാർക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് അതിനെതിരെ സംസാരിക്കില്ല, അതിനെതിരെ ഒരു അക്ഷരം പറയാൻ പറ്റാത്ത നട്ടല് വളച്ചു വെച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലെ വിശ്വചക്കക്കുരു എല്ലാം ഒന്നിനൊന്നും മെച്ചം. എല്ലാം ഒന്നിനൊന്നും മെച്ചം, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് ഇസ്രായേൽ നടക്കുന്നത്. അല്ലെങ്കിൽ ഇസ്രായേൽ നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ വലിയ ചിത്രങ്ങളും കുറേ ഇമേജസോ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ആളുകൾ പറയുന്ന ഞാൻ അത്ര ഒരുപാടൊന്നും കേട്ടില്ല. 1-2 ആളുകൾ അവിടെ ഇവിടെയൊക്കെ പറയുന്നു. പക്ഷേ ഒരുപാട് പേര് മരിച്ചു വീകുന്നുണ്ടെന്ന് അവിടുത്തെ ആളുകൾ തന്നെ ഇത്ര കറക്റ്റായിട്ട് വന്ന് പറയുന്ന ഒരു വീഡിയോ, അത് നമ്മുടെ ഒരു ഇന്ത്യൻ മാധ്യമം News 18 പോലത്തെ ഒരു മാധ്യമം, News 18 ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് ചില ആളുകൾ ഉദ്ദേശിച്ച് മാത്രമാണ്. ഓക്കെ, അപ്പോൾ News 18 പോലത്തെ ഒരു മാധ്യമത്തിലൂടെ ഇത് വന്നത് ഒരു വളരെ നല്ല കാര്യം തന്നെയാണ്, ഒരു വലിയ കാര്യം തന്നെയാണ്. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇന്നത് മാത്രമല്ല, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് US സൈന്യത്തിൻ്റെ പിന്മാറ്റം, US സൈന്യം പിന്മാറുന്നുണ്ട്. എവിടെ നിന്നാണ്? സൗദി അറേബ്യയിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിൽ നിന്ന് US സൈന്യത്തിനോട് പിന്മാറി തിരിച്ചു വന്നോളൂ, അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊള്ളാനാണ് പറഞ്ഞത്. ഇത് അമേരിക്കയുടെ തോൽവിയാടാ. എല്ലാം ഉണ്ട്, ഞങ്ങളെ കൊണ്ട് എല്ലാം സാധിക്കും, ഞങ്ങൾക്ക് താഡ് ഉണ്ട്, ഞങ്ങൾക്ക് അയൺ ഡോം സിസ്റ്റം ഉണ്ട്, ഞങ്ങൾക്ക് പാട്രിയറ്റ് ഉണ്ട് എന്ന് ഇതിനപ്പുറത്തോട്ട് ഒരു മിസൈലും വരൂല എന്ന് പറഞ്ഞവന്മാർ പറഞ്ഞ ബേസുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ഓടി ഒളിക്കാൻ തുടങ്ങി. അമേരിക്ക ഓടി ഒളിച്ചു, അമേരിക്ക സൈന്യത്തിനെ തിരിച്ചു വിളിച്ചു. അമേരിക്കക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തൻ്റെ തല അങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഇറാൻ വെറുതെ അല്ല നോക്കി നിൽക്കുന്നത്, എല്ലാവരും തിരിച്ചു പോന്നോളാൻ, ഞങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങളെ രക്ഷിക്കാൻ അമേരിക്കയുടെ പെന്റഗൺ തന്നെ അറിയിച്ച അവസ്ഥ. ഇതാണ് അവസ്ഥ. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ തങ്ങളുടെ ഏരിയൽ റിവ്യൂലറിംഗ് ടാങ്കർ വിമാനങ്ങൾ US മാറ്റി തുടങ്ങി. അവിടുന്ന് ടാങ്കർ വിമാനങ്ങൾ, അതായത് ആകാശത്ത് നിന്ന് ഫില്ല് ചെയ്യാനുള്ള ടാങ്കർ വിമാനങ്ങളൊക്കെ ഒഴിവാക്കി തുടങ്ങി. ഇനി വെച്ചിട്ട് കാര്യമില്ല, അതും കൂടെ പൊളിയും, ബാക്കിയൊക്കെ പൊളിഞ്ഞു തുടങ്ങി, അതൊക്കെ മാറ്റി തുടങ്ങി. അതുമാത്രമല്ല, ഇറാനിയൻ മിസൈലിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും ഈ വിലപിടിപ്പുള്ള വിമാനങ്ങളെ സംരക്ഷിക്കാൻ ഇത് മാത്രമേ ഓപ്ഷനുള്ളൂ. ഇനി യൂറോപ്പിലെ മറ്റ് ബേസുകളിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇനി അത് മാത്രമല്ല, ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റ് ആളുകളോടും അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരോടും മറ്റ് സൈനികരോടും ഏറ്റവും പെട്ടെന്ന് അവിടെ നിന്ന് കാലിയിക്കൊള്ളാം, സ്ഥലം കാലിയിക്കൊള്ളാം. ഇപ്പം ആര് മുഞ്ചി? സൽമാൻ രാജാവ് അല്ല, മൊത്തം GCCയിലെ ഷെയ്ഖുമാർ മുഞ്ചി. അവർക്കെല്ലാം കൊടുക്കാൻ എല്ലാം ഉണ്ടെന്നും പറഞ്ഞ് വന്നിട്ട് മുഞ്ചി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ആയിട്ട് മാറ്റി അവിടുത്തെ പ്രവർത്തനം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇറാൻ അവരെ ആക്രമിക്കുന്നില്ല. ഇറാൻ അവർക്ക് ഇല്ലാതാവണം എന്നുള്ളൂ. ഇത് ഈ അമേരിക്കൻ ബേസിലുള്ളവരും അല്ലാണ്ട് സൗദികളെയും മറ്റേ എമറാത്തികളെയും ഖത്തറികളൊന്നും ആക്രമിക്കാൻ ഇറാൻ വേണ്ട. അവിടെ വന്നിട്ട് ഇമാതിരി വേട്ടാവളിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഇറാൻ അടിക്കും. അതിനുള്ള ഇതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ അവിടുത്തെ റഡാർ സംവിധാനങ്ങൾ മൊത്തം തകർന്നു. നോക്ക്, UAEയിലെയും ജോർദാനിലെയും US റഡാർ സംവിധാനം കംപ്ലീറ്റ്ലി ഇറാന്റെ മിസൈൽ തകർത്തു. കുവൈറ്റിലെ തകർത്തു. ഏത് ബില്യൺസ് വിലയുള്ള ഇതൊക്കെ തകർത്ത് കഴിഞ്ഞു. ഇനി വരെ കൊണ്ട് നിൽക്കൂല. ഈ ഒറ്റ റഡാർമൽ പിടിച്ചിരുന്ന ടീമാ. റഡാർ പോയി കഴിഞ്ഞാലേ മൂട്ടിൽ തീ കത്തിയ അവസ്ഥയന്മാർക്ക് ഓടി തുടങ്ങിയല്ലോ. ഇതാണ് അമേരിക്കൻ സൈന്യത്തിന്റെ പിന്മാറ്റം. അമേരിക്കൻ സൈന്യം മാത്രമല്ല, അവിടെ വെച്ചിരുന്ന സകല കുറേ സാധനമൊക്കെ ഇറാൻ പൊട്ടിച്ച് കളഞ്ഞു. ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളും കൊണ്ട് ഓടിക്കോളാനോ ജീവനും കൊണ്ട് ഓടിക്കുമെന്ന്. എന്താ അവസ്ഥ? അതായത് അമേരിക്കയുടെ അത്യാധുനിക വിമാനങ്ങളായിട്ടുള്ള F-15 നമ്മുടെ കണക്ക് പ്രകാരം 6 എണ്ണ പൊട്ടിയിട്ടുള്ളത്. കൂട്ടത്തിലൊരു F-35 കൂടെ പൊട്ടിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, അതിനപ്പുറത്തെ പൊട്ടൽ പൊട്ടിയിട്ടുണ്ടെന്നാണ് ഇറാന്റെ വക്താക്കളും വന്ന് ഇപ്പോൾ പുറത്തോട്ട് പറയുന്നത്. അമേരിക്ക പുറത്ത് പറയില്ല. ഇത്രയും ദിവസം ഇസ്രായേലിലെ ആളുകൾ ഇല്ല, ഇപ്പോഴും 9 പണ്ടെന്നോ മരിച്ച 6 പേര് മരിച്ചതിൻ്റെ കണക്കാണുള്ളത്. എത്ര പേര് മരിച്ചാന്നുള്ള കണക്ക് പോലും പുറത്തോട്ട് ഇതുവരെ വിട്ടിട്ടില്ല. ആളുകൾ അറിയാണ്ട് ചില ഇന്റർവ്യൂസിലും കാര്യങ്ങളും പറഞ്ഞു പോണ അവസ്ഥ. ഇതൊക്കെയാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. മനസ്സിലാക്കുക. യുദ്ധം ആർക്കും ഒന്നിനും ഒരു പരിഹാരം കാര്യങ്ങളൊന്നും അല്ലെങ്കിലും പല പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ യുദ്ധങ്ങൾ തന്നെ ലോകത്ത് ഇത്രയും കാലം നടന്നിട്ടുള്ളത്. ഇതിന് ചൂട്ടുപിടിക്കുന്നവന്മാർ തന്നെ നമ്മുടെ ലോകത്ത് പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ സംഘികൾക്ക് എന്ത് കുത്തിക്കഴപ്പുണ്ടായിട്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിന് ജയ് വിളിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടോ? ഒന്നുമില്ല. മുസ്ലിം വിരോധം. ഇറാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. അവിടെ നാരായണ ചത്ത് കഴിഞ്ഞൊരു സന്തോഷം. ഈ ഒരു ഉള്ളിലെ അവസ്ഥ ഉണ്ടാക്കിയത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ടീം മാത്രമല്ല, കേരളത്തിൽ ഇത്രയും വേഴ്സാക്കിക്കൊണ്ടിരിക്കുന്ന ആരാന്നല്ലോ? നമ്മുടെ എമുക്കളാണ്. എച്ചിൽ മുസ്ലിങ്ങൾ എന്ന് പേരും പറഞ്ഞിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് കഷ്ടപ്പാടുകളുടെ എണ്ണൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇറാനിലെ സ്ത്രീകളുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഇറാനിലെ സ്ത്രീകൾ നടക്കുന്നത് എങ്ങനെയെന്ന്? ഞാൻ ഇന്നലെ ലൈവിലും പറഞ്ഞു. ഇന്നലെ ലൈവിൽ ഒരാൾക്കത് മനസ്സിലാവുകയും ചെയ്തു. ഇറാനിലെ സ്ത്രീകൾ നടക്കുന്നത് ജസ്റ്റ് ഒരു ഗൂഗിൾ എടുത്തിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് എടുത്തിട്ട് ഈ സംഗീത ചാനൽ മാത്രം കുത്തി വലിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഇറാനീസ് ലേഡീസ് എങ്ങനെയാണ് അവിടെ നടക്കുന്നത്, ഇറാൻ സിറ്റി, ടെഹ്റാൻ സ്ട്രീറ്റ് നടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. നമ്മുടെ കേരളത്തിൽ നടക്കുന്നേക്കാൾ സ്വാതന്ത്ര്യത്തോടു കൂടി
തലയിൽ തട്ടടാടിയും ഹാഫ് ഡ്രസ്സ് ഇട്ടിട്ട് ഒക്കെ നടക്കുന്നുണ്ട്. ചില ഏരിയകളിൽ ചില ഭാഗങ്ങളിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ നാട്ടിലുണ്ട്. ചില സ്ഥലങ്ങളിൽ എങ്ങനെ പോകണം, അവിടുത്തെ ഡ്രസ് കോഡ് വരെ നമ്മുടെ നാട്ടിൽ തീരുമാനിച്ചിട്ടുണ്ട്. അയോധ്യയിലേക്ക് ആ ഡ്രസ് ഇട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അയോധ്യൻ്റെ 15 കിലോമീറ്ററിൽ മാംസം പോലും വെക്കാൻ പറ്റില്ല. എന്തേ? നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? അവിടെ സ്വാതന്ത്ര്യം വേണ്ടേ? അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് ഏരിയകളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങൾ അവിടെ ഉള്ളത്. അല്ലെങ്കിൽ അവിടുത്തെ ഒരു 0.1% ആൾക്കാർക്ക് ബിക്കിനിട്ട് നടക്കണം എന്ന് വിചാരിച്ചിട്ട് രാജ്യത്ത് റെജീം തന്നെ ചേഞ്ച് ചെയ്ത് അമേരിക്കക്കാർ ഇവിടെ അങ്ങോട്ട് ഭരിച്ച് ഇവിടെ ക്യാമറ ഡാൻസ് കളിക്കാനെന്നുള്ള അനുവാദം ഒരു രാജ്യം കൊടുക്കില്ല. അത് തന്നെ ഇറാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്ത്, ഇവിടുത്തെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ത്, ഇവിടുത്തെ അവസ്ഥകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വന്നിട്ട് ഇമാതിരി ഊള കമൻറ്റുകൾ മെസ്സേജുകൾ ഇടുക. സ്വയം മനസ്സിലാക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഗൂഗിളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുക അവിടുത്തെ ആൾക്കാർ എങ്ങനെയൊക്കെ ജീവിക്കുന്നത്, എങ്ങനെ നടക്കുന്നത് എന്നുള്ളത്. എന്തുകൊണ്ട് ഈ ഉപരോധങ്ങളും കാര്യങ്ങളും തലയിൽ കയറ്റി വെച്ച് രാജ്യത്തിനെ ഇല്ലാണ്ടാക്കാൻ നോക്കിയിട്ടും ഇപ്പോഴും ആ രാജ്യം ചെറുത്ത് നിന്ന് പിടിച്ചു നിന്ന് ഇവന്മാരൊക്കെ ഓടിച്ചിട്ട് തല്ലുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ ആ ജനങ്ങളുടെ ഉള്ളിൽ ആ ഒരു പഞ്ചും പവറും ഒക്കെ എത്രയെന്ന് ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ? വെറും പൊട്ടക്കിണറ്റിലെ, അതല്ലെങ്കിൽ വെറും ചാണകക്കുണ്ടിലെ വെറും പുഴുക്കളായിട്ട് ജീവിച്ച് മരിക്കാണ്ടിരിക്കുക എൻ്റെ പൊന്ന് സംഘികളെ. എനിക്ക് നിങ്ങളോട് മറ്റേ യുദ്ധം ഒക്കെ ഉണ്ടെങ്കിലും ഈ സംഘികളുടെ കുത്തിക്കഴപ്പ് കാണുമ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നതാ. പ്ലീസ്.